എൻ്റെ മോക്ക് പറ്റിയൊരു ഡ്രസ്സ് വേണം ഗഫൂറേ. മോൾക്ക് മാത്രം മതിയാ നല്ലൊരു വിഷയമായിട്ട്? ഇങ്ങക്കൊന്നും വേണ്ടേ? വല്ലപ്പോഴും എടുത്തൂടെ? നമുക്ക് പഴയതെല്ലാം മതിയടോ, മക്കളടിച്ചു പൊളിക്കട്ടെ. വരണം കേട്ടോ. എന്നാ ശരി. നിനക്കുള്ളത് ഉണ്ട്, നിന്നെ ഞാൻ മറക്കോ? എന്നാ ഓ മോളെ, ആ ഓള് പഠിച്ചോ. മോളെ, നിന്നോട് പറഞ്ഞാലും മനസ്സിലാവില്ലേ? മോളെ, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? പല തവണയായി ഞാനിത് കാണുന്നു. പഠിക്കാൻ നേരത്തെ ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? 1-2 തവണ ഞാൻ കണ്ടു, സുഹൃത്താണെന്ന് പറഞ്ഞു, ഞാനത് വിശ്വസിച്ചു. എന്നെ പൊട്ടനാക്കാമെന്ന് വിചാരിക്കണ്ട. അച്ഛൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ അത്ര കുട്ടിയൊന്നുമല്ല. എനിക്ക് എന്റേതായ തീരുമാനം എടുക്കാനുള്ള പ്രായമൊക്കെ ആയി. വെറുതെ കയറിയ ആളാവല്ലേ. എടി, എങ്ങനെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത്? ഇതിനാണ് എന്നെ പഠിപ്പിക്കുന്നത്. എന്തായി കാണിക്കുന്നേ? എന്താ നോക്കുന്നേ? ഒന്ന് പോയേ. ഇത് പഴയ കാലൊന്നുമല്ല, അത് ഓർത്ത നല്ലത്. വെറുതെ അല്ല നാട്ടുകാർ പറയുന്നേ. എൻ്റെ അമ്മയെ നിങ്ങൾ തല്ലിക്കൊന്നു തന്നു. ഒരു ഉപദേശി. മോളെ, നേരത്തെ അച്ഛനിത് മറന്നു. ഇഷ്ടമായിട്ടില്ലെങ്കിൽ മാറ്റിയെടുക്കാം. നോക്കി, നിന്റെ മറ്റവളെ തന്തയല്ലേ പന്നി. ഒന്ന് പൊട്ടിച്ചാലോ? ഇപ്പൊ വേണ്ട, നിക്ക്. വാടേ പോ. ശരത്തെ, നീ പറഞ്ഞ തന്നെയാ കറക്റ്റ്. ഇനി ഇവിടെ നിന്നാ എനിക്ക് നിന്നെ നഷ്ടപ്പെടും. എൻ്റെ അമ്മയുടെ അവസ്ഥ തന്നെയാവും എനിക്കും.
അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ. അപ്പം അതിൻ്റെ പഠിത്തോ? ആ, പഠിത്തൊക്കെ പിന്നെയാവല്ലോ. പുറത്തു പോയിട്ടുണ്ട്. തല്ലിയത് സോപ്പാക്കാൻ വിഷുക്കോടിയായിട്ടാ വന്നത്. ഒരു പഴഞ്ചൻ ഐറ്റം ഇങ്ങനെ നന്നാവില്ലടാ. എന്നാ ശരി, നാളെ കാണാം. ഗുഡ് നൈറ്റ്. സത്യം പറയണമെന്ന് പലതവണ തോന്നിയതാണ്. മോള് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു അമ്മ മോൾക്കില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാത്രി ആരോ ഉപേക്ഷിച്ചിട്ട് പോയ കൈക്കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാതെ പോകാൻ തോന്നിയില്ല. അന്നെടുത്തു വളർത്തിയതാണ്. പെറ്റമ്മ വഴിയിൽ ഉപേക്ഷിച്ചതുപോലെ നീ കണ്ടെത്തിയവനും നിന്നെ ഇട്ടേച്ചു പോകുമെന്ന് ഈ അച്ഛൻ പേടിച്ചുപോയി യാത്ര ചോദിക്കുന്നു പൊന്നുമോളോട്. ഹലോ, എന്നെ കാണാനായിട്ട് കരച്ചിലായോ? എന്താടി, വാ കയറ്. ഞാൻ വരില്ല, നീ തിരിച്ചു പോണം. താൻ എന്ത് വർത്താനായി പറയുന്നത്? താൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ഏർപ്പാടാക്കിയത്? ഓഹോ, തേപ്പാണല്ലേ? ശരത് എന്തിനാ എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നത്? താൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ നമ്മളെ മാത്രം സ്നേഹിക്കുന്നുണ്ടാ മറ്റുള്ളവർ വന്ന് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ സ്വയം മറന്നു പോകുന്നത്. ഇതൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നവരുണ്ട്. എല്ലാം എൻ്റെ തെറ്റാണ്. ശരത്ത് തിരിച്ചു പോണം. ഐ എം സോറി. ഡീ, നിനക്ക് ഞാൻ കാണിച്ചു തരാടി. നോക്കുന്നേ, ഒന്ന് പോയേ. അച്ഛാ, മാപ്പ് മാപ്പ്. അച്ഛാ, അച്ഛൻ എനിക്ക് പേടിയാ. അച്ഛൻ്റെ മോളെ എവിടെയും പോവില്ല. എന്നോട് പൊറുക്കണം. എങ്ങോട്ടായി ഒളിച്ചോട്ടം? ഒരുപക്ഷെ അവൾ കുഞ്ഞായിരുന്നപ്പോഴാണ് നിങ്ങൾ ഉപേക്ഷിച്ചു പോയിരുന്നെങ്കിൽ തെരുവ് നായ്ക്കളെങ്കിൽ അവളോട് ദയ കാണിക്കുമായിരുന്നു. എന്നാൽ ചില മനുഷ്യരിൽ നിന്നും അത് പ്രതീക്ഷിക്കരുത്.
അവളുടെ പ്രായം അതാണ്. ഒന്ന് നിലവിളിച്ചാൽ പോലും കേൾക്കാത്ത ആ വീട്ടിൽ അവൾ സേഫാണോ? മനസ്സുണ്ടായിട്ടല്ല. അർത്ഥമില്ലാത്ത ബന്ധങ്ങൾക്ക് ആയുസില്ല മോനെ. പിന്നെ എനിക്കും ഇവനും ഒരേ സ്ഥാനമാണെന്നറിഞ്ഞപ്പോൾ അങ്ങോട്ട് ഇറങ്ങി. അവളുടെ പഠിത്തം മുടങ്ങരുത്, ഒരച്ഛൻ്റെ അപേക്ഷയാണ്. പൊന്നുപോലെ നോക്കണം. ആർക്കും കയറി വരാവുന്ന തെരുവിൽ ഈ അച്ഛനുണ്ടാവും. പോയിക്കോ.